ദൈവം കൃപ ചെയ്യും. ശുഭഹോല ബോല ബറോവല റൂഹോ കാദീശോ. ദൈവത്തിൻ്റെ ആർദ്രകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളും ഉണ്ടായിരിക്കും. സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന കൈക്കൊണ്ടവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറയുന്നതായ പ്രതിവാക്യം ഗീതമായിട്ട് നമ്മുടെ ആരാധനാക്രമത്തിൽ 96-ാം പുറം. മാനസികമായി നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില സംഗതികളാണ് ഈ ദിവസങ്ങളായി നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്നോട് പറയുകയുണ്ടായി. മറ്റൊരാളെക്കുറിച്ചുള്ള ഒരു വലിയ വിദ്വേഷം, ഒരു ഹെയ്റ്റ്രെഡ്നെസ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. അത് ഏതൊക്കെ രീതിയിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഹെയ്റ്റ്രെഡ്നെസ് അഥവാ വിദ്വേഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷമാണ്. ആരോടെങ്കിലും നമുക്ക് വിദ്വേഷമുണ്ടെങ്കിൽ നമ്മൾ ആ ആളിൻ്റെ അടിമയായി. നിങ്ങൾ ആരെ വിദ്വേഷിക്കുന്നോ, ആരെ ഹെയ്റ്റ് ചെയ്യുന്നോ, ആ ആളിൻ്റെ അടിമയാണ് നിങ്ങൾ. അതെങ്ങനെയാണ് എന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഒരു വിദ്വേഷം, ആരോടെങ്കിലുമുള്ള വിദ്വേഷം മനസ്സിൽ നമ്മൾ ഒതുക്കിക്കൊണ്ട് നടന്നാൽ എപ്പോഴും ആ ആളിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. നമ്മൾ ആരോടെങ്കിലും സന്തോഷമായിട്ടിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ വിദ്വേഷിക്കുന്ന ആൾ ദൂരെ മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടെന്ന് വയ്ക്കുക. നമുക്ക് തോന്നും അദ്ദേഹം ദൂരെ മാറി നിന്ന് നമ്മളെ നോക്കുകയാണെന്ന്, നമ്മളെ നോക്കി ചിരിക്കുകയാണെന്ന് തോന്നും.
നമ്മളെ നോക്കി മറ്റുള്ളവരോട് അടക്കം പറയുകയാണ് എന്ന് തോന്നും. അപ്പോൾ നമ്മൾ ചിരിച്ച് സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആ അവസ്ഥയ്ക്ക് പെട്ടെന്ന് മാറ്റമുണ്ടാകും. നമ്മുടെ ചിരി അങ്ങ് മാറും, നമ്മൾ സീരിയസ് ആകും. ചിരിച്ചുകൊണ്ടിരുന്ന നമ്മൾ ചിരിച്ചു വർത്തമാനം പറയണോ വേണ്ടായോ എന്നപ്പോൾ തീരുമാനിക്കുന്നത് ആരാ? ആ വിദ്വേഷിക്കുന്ന ആളിൻ്റെ മുഖം നിങ്ങളുടെ ചിരി കളഞ്ഞു. അതിൻ്റെ അർത്ഥം നിങ്ങൾ ചിരിക്കണോ വേണ്ടായോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടിമയായില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രുചിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നിങ്ങൾ വിദ്വേഷിക്കുന്ന ആളിൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് തെളിഞ്ഞു വന്നാൽ ഉടനെ നിങ്ങളുടെ ഭക്ഷണത്തോടുള്ള രുചി അങ്ങ് നഷ്ടപ്പെടത്തില്ലേ? ഓ, മതി കഴിച്ചത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകും. ഭക്ഷണം രുചിയോടെ കഴിക്കണോ വേണ്ടായോ എന്ന് അപ്പോൾ ആരാ തീരുമാനിക്കുന്നത്? നിങ്ങൾ വിദ്വേഷിച്ച ആൾ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രുചി കളഞ്ഞു. ഭക്ഷണം കഴിച്ചില്ലേലും വേണ്ടിയല്ല, എന്നാൽ കിടന്ന് ഉറങ്ങിയേക്കാം എന്ന് കണ്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് പോയി കട്ടിലിൽ കിടന്നു. നിങ്ങളുടെ കണ്ണിലോട്ട് ഉറക്കം കയറി. പെട്ടെന്ന് നിങ്ങൾ ആരെ വിദ്വേഷിക്കുന്നോ ആ ആളിൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ ഒക്കുമോ? വെളുക്കുന്നവരെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയല്ലേ? അപ്പോൾ നിങ്ങൾ വിദ്വേഷിച്ച വ്യക്തിയാണ് നിങ്ങൾ ഉറങ്ങണോ വേണ്ടായോ എന്ന് അവിടെ തീരുമാനിക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ ആരെയെങ്കിലും ഹെയ്റ്റ് ചെയ്താൽ, വിദ്വേഷിച്ചാൽ, നിങ്ങൾ ആ ആളിൻ്റെ അടിമയായിട്ട് മാറി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം പിന്നെ അവരുടെ കയ്യിലാണ്. വെറുതെ നമ്മുടെ നിയന്ത്രണം മറ്റൊരാളുടെ കയ്യിൽ വിട്ടുകൊടുക്കണോ? അപ്പോൾ നിങ്ങൾ ആരെയെങ്കിലും വിദ്വേഷിച്ചാൽ നിങ്ങൾ അല്ലാതായിത്തീരുകയാണ്. നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. മറ്റൊരാൾ നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കും, നിങ്ങളുടെ സ്വഭാവത്തെ ബാധിക്കും, നിങ്ങളുടെ റെസ്പോൺസിനെ ബാധിക്കും. അപ്പോൾ വിദ്വേഷിക്കുന്ന ആളിനോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നമുക്കൊരു മാറ്റമുണ്ടാകണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിൻ്റെ ശത്രുവിനെ നീ സ്നേഹിക്കുക എന്ന്. നടക്കുന്ന കാര്യമാണോ? ശത്രുവിനെ നമുക്ക് സ്നേഹിക്കാൻ ഒക്കുമോ? ഒരു പക്ഷെങ്കിൽ നിങ്ങൾ പറയാം, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവനോട് ക്ഷമിച്ച് അവനുമായിട്ടൊരു ബന്ധം പുലർത്താനായിട്ട് ചെന്നു. അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ആ വ്യക്തി മുഖം തിരിഞ്ഞങ്ങ് പോയി. ആ വ്യക്തി മുഖം തിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ആളിനെ സ്നേഹിക്കാൻ സാധിക്കുന്നത്? ആ ആളിനോട് എങ്ങനെയാണ് ബന്ധം പുലർത്താൻ സാധിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ അവരൊഴിഞ്ഞു മാറുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ ഒക്കുക. പിന്നെന്താ നമ്മുടെ കർത്താവ് പറഞ്ഞത്? നിൻ്റെ ശത്രുവിനെ നീ സ്നേഹിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം ആ വ്യക്തി നിങ്ങൾ ചെല്ലുമ്പോൾ ഒഴിഞ്ഞു മാറിയാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കും. അതെങ്ങനെയാ? ഈ വിദ്വേഷം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭാവമാണ്. ഇത് മനസ്സിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഒരു ക്യാൻസർ പോലെ അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളരും. അത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. ഈ വിദ്വേഷം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറുമ്പോൾ മറ്റേയാൾ നമ്മുടെ അടുക്കൽ വന്നാലും ഇല്ലെങ്കിലും, ആ ആൾ നമ്മളെ കണ്ട് ചിരിച്ചാലും ഇല്ലെങ്കിലും, നമ്മളെ കണ്ട് ഒഴിഞ്ഞു പോയാലും ആ ആളിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് വിഷമം തോന്നുകയില്ല. ഇതാണ് കർത്താവ് പറയുന്നത്. നിൻ്റെ മനസ്സിൽ ഒരു മാറ്റമുണ്ടായാൽ
നിൻ്റെ ശത്രുവിനെ നിനക്ക് സ്നേഹിപ്പാൻ സാധിക്കും. എങ്ങനെ സ്നേഹിപ്പാൻ സാധിക്കും? അവൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നിൻ്റെ ഉള്ളിൽ അവനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അഥവാ അവനോടുള്ള വിദ്വേഷം നിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ ആരെ എങ്കിലും ദ്വേഷിക്കുകയാണെങ്കിൽ, അവരോട് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പിണക്കമുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ആത്മീയരൊക്കെയാണല്ലോ. അപ്പോൾ ഈ ആത്മീയം ആയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ശത്രുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ശത്രുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവനോട് ദൈവമേ ക്ഷമിക്കണമേ, അവന് നല്ല മനസ്സിനെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്. അവന് നല്ല മനസ്സ് കൊടുക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് പകരം ദൈവമേ അവനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അവനെ നല്ലവനാക്കണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ അവനെ കരുതുവാനും ഉൾക്കൊള്ളുവാനുമുള്ള നല്ലൊരു മനസ്സ് എനിക്ക് തരണമേ. അപ്പോൾ നിങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഒരു മാറ്റമുണ്ടായാൽ നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ദ്വേഷം, വിദ്വേഷം ഇതൊക്കെ മാറും. അപ്പോൾ അവരെ നമുക്ക് സ്നേഹിപ്പാനായിട്ട് സാധിക്കും. അവനോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞും ചിലപ്പോൾ നമ്മളൊരല്പസമയം നിശബ്ദമായിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത് എന്താ? എന്നാലും ദൈവമേ അവനെ ഒന്ന് തൊടാതെ വിടരുതേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് പകരം വീട്ടാനൊക്കത്തില്ല, യഹോവ പകരം വീട്ടിക്കൊള്ളും. ദൈവമേ നീ അവനോട് പകരം വീട്ടണമേ. അപ്പോൾ ആരായാലും അവനോട് പകരം വീട്ടിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. അതെന്തോ മനസ്സാ? നിങ്ങൾക്ക് വിരോധമുള്ള ഒരാൾ പോകുന്ന വഴിയിൽ കാല് തെന്നി താഴെ വീണു, അവൻ്റെ മുട്ട് പൊട്ടിയെന്ന് വയ്ക്കുക. ഇത് നിങ്ങൾ കേട്ടു കഴിയുമ്പോൾ ഉടനെ എന്തോ പറയും? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ദൈവം അവന് പകരം കൊടുത്തു എന്നറിയുമ്പോൾ സന്തോഷിക്കുന്ന ഒരു മനസ്സാണ് പലപ്പോഴും നമ്മുടേത്. അങ്ങനെയുള്ള മനസ്സിനെ ദൈവം അംഗീകരിക്കുകയില്ല. അതല്ല ആത്മീയതയുടെ മുഖമെന്ന് പറയുന്നത്. മറ്റേ അവന് വേണ്ടി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും അവനെ ഉൾക്കൊള്ളുവാൻ നിങ്ങളുടെ മനസ്സിന് ഒരു മാറ്റം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അവൻ എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ സന്തോഷിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ ആ ഭാവത്തിനൊരു മാറ്റം തരണമേ. അവനോടൊപ്പം വേദനിപ്പാൻ തക്കവണ്ണം എന്നെ ഒരുക്കണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വിദ്വേഷം ഉണ്ടാകുകയില്ല. ഇത് നമ്മുടെ സ്വയപ്രയത്നം കൊണ്ട് ഒരു പക്ഷേ സാധിച്ചു എന്ന് വരികയില്ല. ഇതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ച് എൻ്റെ മനസ്സിന് ഒരു രൂപാന്തരം തരികയും എൻ്റെ ശത്രു എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ആ ശത്രുവിനെ സ്നേഹിപ്പാനുള്ള ഒരു മനസ്സ് എനിക്ക് തരികയും ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മൾ വിദ്വേഷത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത്, നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകുന്നത്. അപ്പോഴാണ് നമുക്ക് ശത്രുവിനെ സ്നേഹിപ്പാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കും എന്നുള്ളത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ പല രോഗങ്ങളുടെയും കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന വിദ്വേഷവും പകയും അസൂയയും ഒക്കെയാണ് കാരണം. ഇത് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തെ ബാധിക്കും. പല രീതിയിലുള്ള രോഗം നമുക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ വിദ്വേഷത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ പ്രാപിച്ചാൽ, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു രൂപാന്തരം വന്ന് മറ്റുള്ളവനെ സ്നേഹിപ്പാൻ നമുക്ക് സാധിച്ചാൽ, നമ്മുടെ മുറിവുകൾക്കൊരു സൗഖ്യം വന്നാൽ, നമ്മുടെ ശാരീരിക ആരോഗ്യവും
നമുക്ക് വീണ്ടെടുപ്പാനായിട്ട് സാധിക്കും. നിൻ്റെ ശരീരം ആരോഗ്യമുള്ളതാകും, നിൻ്റെ മനസ്സ് ആരോഗ്യമുള്ളതാണെങ്കിൽ. ആരോഗ്യമുള്ളൊരു മനസ്സ്, ആരോഗ്യമുള്ളൊരു ശരീരം നമുക്ക് പ്രദാനം ചെയ്യും. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.